ഇതെവിടെ പോയി? എവിടെ? കഴിക്കാൻ പറഞ്ഞോളൂ കേട്ടോ. ഇതാ ടേബിളിൽ വെച്ചിട്ടുണ്ടേ. ഇതാ വരുന്നു. വല്ല മീൻകാരൻ കൂകുന്നവരെ കൂകാതെ. കുറച്ച് വെള്ളം എടുക്ക്. എന്നും ഇതുണ്ടാക്കാൻ അറിയുള്ളൂ, വേറൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഇതാ വെള്ളം. ഈ ദോശയും ഇഡ്ഡലിയും വെള്ളയപ്പലടുപ്പിലും നിങ്ങൾ എന്താ കഴിക്കുക? ചപ്പാത്തി കഴിക്കില്ല, പൂരി കഴിക്കില്ല, പുട്ട് കഴിക്കില്ല, ഉപ്മാവ് കഴിക്കില്ല. പിന്നെ എന്താ ഉണ്ടാക്കുക? ഇത് എന്തൊരു ദോശയത്! നിവൃത്തിയില്ലാണ്ട് കഴിക്കുക. നിവൃത്തിയില്ലാണ്ട് കഴിക്കേ? ദോശയ്ക്ക് എന്ത് തെറ്റാ ഉള്ളത്? നിങ്ങളിങ്ങനെ ഓരോരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അങ്ങ് പറഞ്ഞോളി. എന്നാൽ സ്വന്തമായിട്ട് അങ്ങ് അരച്ചുണ്ടാക്കിക്കൂടെ? എന്തിനാ അങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നത്? അരി അരച്ച് ഞാൻ ഉണ്ടാക്കണേ, പിന്നെ നിനക്കെന്താ പണി? അയ്യോ, എനിക്ക് വേറെ ഒരു പണിയില്ല. നിങ്ങൾ കഴിക്കാൻ ഉണ്ടാക്കി തരല് മാത്രമേ ഉള്ളൂ. അടുപ്പത്ത് അരി ഇട്ടിരിക്കണം, ചോറ് വെക്കണം, കറി ഉണ്ടാക്കണം, തുണി അലക്കണം, 100 കൂട്ടം പണിയോട് കിടക്കണം. ഇനി ഞായറാഴ്ച എങ്ങോട്ടും പോകുന്നില്ലാലോ, ഇങ്ങോട്ട് വരി, എന്നെ സഹായിച്ചു തരും. സഹായിച്ചു തരാൻ മാത്രം എന്ത് പണിയുള്ളൂ? സഹായിച്ചു തരട്ടെ. ഡീ, ഇന്നെന്താ ചെയ്യുന്നേ? ഞാൻ ചട്ടമേന മെഷീനല്ലേ, അത് കേട് വന്നു. എടുക്ക്. മെഷീനിലിടണ്ടേ? പിന്നെ എന്ത് ചെയ്യാനാ? കല്ല് അലക്കാനൊന്നും പറ്റില്ല. അപ്പൊ മഴയാ വരുന്നു, ഉണങ്ങി കിട്ടൂല്ല. ഇതിലാണെങ്കിൽ ഒരുവിധം ഉണങ്ങി കിട്ടില്ലേ? ഇതൊന്ന് മേലെ കൊണ്ട് ഇട്ടാ പോരെ? നീ എന്ത് പറയാൻ ശരി, എന്റെ പാൻറ്റ് മെഷീനിലിടണ്ട, അത് കല്ലിൽ കൊണ്ട് അലക്ക്. എന്നൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ പാൻറ് ഷർട്ട് മാത്രം ഞാൻ എടുത്തു തരാം. അതൊന്നേ കല്ലിൽ കൊണ്ട് അലക്കേണ്ട. എന്നോടാവില്ല കല്ലിൽ അലക്കാനൊന്നും, മഴയാ വരുന്നത്. ചെറിയ മഴ നനഞ്ഞുകൊണ്ടേ ഒരു പ്രശ്നവുമില്ല. കുറച്ച് മഴയെക്കോളാം, നീ കല്ലിൽ കൊണ്ട് അലക്ക്. ഇവിടെ വന്നിട്ട് ഇവിടെ അലക്കണ്ട അവിടെ അലക്കണ്ട അതൊക്കെ പറയണ സമയം അതങ്ങ് എടുത്തിട്ട് കല്ലിൽ കൊണ്ട് അലക്കിക്കൂടെ? ഉള്ളതൊക്കെ അത് ചെയ്യും, ഇത് ചെയ്യും അത് ചെയ്യുമ്പോൾ ഇങ്ങ് പറയും, ഒന്നിനോട്ട് ആവൂല്ല. മഴ വരുന്നുണ്ട്. പണിയെടുക്കാൻ പോയാണ്ടേ മഴയത്ര. എന്ത് മഴ! ഞാൻ പുറത്തു പോവാ, ഞാൻ ഭക്ഷണം കഴിക്കാൻ വരും. നീ ഭാഗം കറിയാക്ക്. പുറത്തു പോകേ? എന്തെടുക്കാൻ പുറത്തു പോകുന്നു ഈ മഴ വരുമ്പോ? നിങ്ങൾ പോയ പോലെ തന്നെ തിരിച്ചു വന്നിട്ടില്ലെങ്കിലേ എന്റെ സ്വഭാവം ശരിക്കും അറിയും നിങ്ങൾ. നീ വിചാരിച്ച് ഞാൻ കള്ളു കുടിക്കാൻ പോകും. കള്ളു കൊടുത്തിട്ട് 3 ദിവസമായി. വെറുതെ അവർ വിളിച്ചപ്പോൾ സംസാരിച്ചിരിക്കാൻ പോകും, അത്രേ ഉള്ളൂ. കള്ളുകൂടി നിർത്തിന്നേ ഇതുകൂട്ടി 500ാമത്തെ പ്രാവശ്യമായി പറയുന്നു. നിർത്തിയെന്ന് പറയും, എന്നിട്ട് പോയി കഴിഞ്ഞ് നല്ലോണം കുടിച്ച് ആടിക്കൊണ്ട് ഇവിടെ വരും. ചില പെണ്ണുങ്ങളില്ല അപ്പുറത്തിപ്പുറത്ത് ചെയ്യണം, അതുപോലെ ചെയ്യണം. ആ സുമതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് വന്ന കൂലി മുഴുവൻ അയാളുടെ അടുത്ത് മേടിച്ച് വെച്ചു. 1 രൂപ അയാൾ കൊടുക്കില്ല. പണിക്ക് പോകുമ്പോഴേ ചായക്ക് പൈസ അവളുടെ അടുത്ത് സുമതിയെ കൊണ്ടാന്ന് പറഞ്ഞ് കെഞ്ചിയിട്ട് വാങ്ങിയിട്ട് പോകുന്നത്. ഇതേ മര്യാദയ്ക്ക് എന്തെങ്കിലും കൂടി നട്ട ചെറിയ പൈസ കൊണ്ട് തരും, ബാക്കി അങ്ങനെ പോക്കറ്റിലിടും. ആ സ്വഭാവം മാറ്റിയെടുക്കാം ഞാൻ. നാളെ തുടങ്ങിയിട്ട് പണിക്ക് പോയി കഴിഞ്ഞാൽ 1 രൂപയില്ലാണ്ട് വീട്ടിൽ കൊണ്ട് തന്നോളെ. പൈസയും പോക്കറ്റിൽ നടക്കില്ലേ മതി. അപ്പോഴാണ് കള്ളുകുടിക്കാനൊക്കെ തോന്നല്. പണിയെടുത്ത് പൈസ മുഴുവൻ പെണ്ണുങ്ങളിൽ കൊടുത്തിട്ട് പിന്നെ ചായ കുടിക്കാൻ ആൾക്കാർ പൈസ കണ്ട് കൊണ്ടാ പറയുന്നത്. ഞാൻ സുമതിൻ്റെ ഭർത്താവിന് പറ്റും, പക്ഷെ എനിക്ക് പറ്റില്ല. സുമതിന്റെ ഭർത്താവേ നല്ലോണം കുടുംബം നോക്കുന്ന ആളാ. നിങ്ങളോ കിട്ടുന്ന വയസ്സിനെ മുഴുവനും കള്ളും കുടിച്ച് കുടുംബത്തിൽ ചോദിച്ചാൽ തരൂല്ല. എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇത് ചെയ്യും പറഞ്ഞ് 100 നമ്മുടെ അടുത്ത് പണി പറയും. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പണി വീട്ടിൽ ചെയ്യലുണ്ടോ? അതുമില്ല. വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം പുറത്ത് പോകണം. നിങ്ങളെപ്പോലെ പണിക്ക് പോകുന്ന ആളല്ലേ ഞാൻ പണിക്കോട്ടുണ്ട് ഇവിടെ എല്ലാ പണിയും ചെയ്യുന്നത്. ഇന്ന് ഞായറാഴ്ച എനിക്ക് ലീവ്, നിങ്ങൾക്ക് ലീവ്. നിങ്ങൾ അത് ചെയ്യും അവിടെ തുണി അലക്ക്, ചോറെടുക്ക്, കറി എടുക്കുക പറഞ്ഞാൽ അത് കഴിച്ചു ഇനി പോകുന്നു. ഇനി ഉച്ചകൾക്ക് വല്ല റെഡിയാക്കി വയ്ക്കി, അപ്പോഴേക്കും ഞാൻ വരാം. അപ്പോൾ എനിക്ക് റെസ്റ്റ് ഒന്നും വേണ്ട. നീ മാത്രമല്ല പണിക്ക് പോകുന്നു, നാട്ടിൽ ഒരുപാട് പെണ്ണുങ്ങൾ പണിക്ക് പോകുന്നു. നീ വേറെ കറിയൊക്കെ നോക്കണേ. ഈ ഉരുളക്കിഴങ്ങൊന്നും എനിക്ക് വേണ്ട, അല്ല മീനിൻ്റെ വെക്കി. ലക്ഷ്മി, ഞാൻ എന്താ അറിയോ വിളിച്ചത്?
നീ ഒരു നല്ലവിടെ എന്തെങ്കിലും പണി ഉണ്ടാക്കടോ. എനിക്ക് ഈ 300 രൂപ കിട്ടിയിട്ട് എനിക്ക് ഒന്നും ആവുന്നില്ല. ഒരു 400-450 രൂപ കിട്ടുകയാണെങ്കിലേ കിട്ടില്ല. ഒരു 400 ഒരു 50 രൂപയിലും കൂട്ടി 350 രൂപയിലും കിട്ടുകയാണെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പണി ഉണ്ടാക്കടോ. എനിക്കിത് രാവിലെ 7 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണി വരെ അവിടെ നിൽക്കണ്ടേ. അവിടെ എത്തുമ്പോഴേക്കും എത്ര സമയമാകുന്നുണ്ടറിയോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴോ. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആരെങ്കിലും ഉണ്ടോ ഹെൽപ്പ് ചെയ്യാൻ? ഒന്ന് സഹായിച്ചു തരാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയാം. അതുമില്ല. ആ എന്നാൽ പിന്നെ പറയോ, നീ നോക്കേ. ഞാൻ അതുവരെ ഇവിടെ പോകട്ടെ, കിട്ടുന്നവരെ. എന്തായാലും പണിക്ക് പോകണ്ടിരുന്ന ഇവിടുത്തെ കാര്യങ്ങൾ നടക്കില്ല. മൂപ്പരങ്ങനെ പൈസ ഒന്നും കുടുംബത്തിൽ തരില്ലടോ. കിട്ടുന്നത് മുഴുവനും കള്ളം കുടിച്ച് എന്തെങ്കിലും എപ്പോഴും 10-200 തരും. ബാക്കി ഇങ്ങനെ കയ്യിൽ വെക്കും. ആ കയ്യിൽ വെക്കുന്ന പൈസ പൈകനെ വീട്ടിൽ തന്നാൽ മതി. നമുക്ക് എന്തിനെങ്കിലുമൊക്കെ ആയി കയ്യിൽ വെച്ച് ആരെയും ചോദിച്ചാൽ അത് എടുത്തു കൊടുക്കും. എപ്പോഴെങ്കിലും ഒരു പണിയൊക്കെ കിട്ടിക്കൊണ്ട് തരുന്നത്, അത് മര്യാദക്ക് തരൂല്ല. എന്താ അറിയോ, എനിക്ക് കൈയും കാലും കടന്നിട്ടേ, കാല് കടച്ചിൽ എനിക്ക് സഹിക്കാൻ പോയി. അത്ര നേരം നിന്നിട്ടേ അതിനൊരു 500 രൂപയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു പണിയെടുക്കുന്നൊരു സമാധാനമുണ്ട്. ശരി, ഒന്ന് നോക്കിയിട്ട് പറയിട്ടാ. ശരി എന്നാൽ ശരി. ഹലോ, നിങ്ങളെങ്ങോട്ടാ? ഞാൻ പണിക്ക് പോകാൻ നിൽക്കുക. എന്തേ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എന്താ വന്നെന്നാ? ഞാൻ സുധാകരത്ത് പറഞ്ഞിട്ട് 1 മാസമായി. നിങ്ങളിന്ന് വീട് ഒഴിഞ്ഞു തരണം. വീട് ഒഴിഞ്ഞു തരാനോ? നിങ്ങളിങ്ങനെ പെട്ടെന്ന് വന്ന് വീട് ഒഴിയണം പറഞ്ഞോ? ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? പെട്ടെന്ന് പറഞ്ഞിട്ടില്ല, 1 മാസം ഞാൻ പറഞ്ഞിട്ട്. ഇന്ന് ഒഴിഞ്ഞു തരാൻ പറഞ്ഞല്ലോ. മോനെവിടെ? മൂപ്പരങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ മക്കൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വാടക തരുന്നുണ്ടല്ലോ. പിന്നെ എന്ത് ബുദ്ധിമുട്ടാണ് ഞങ്ങളെ കൊണ്ട് ഉണ്ടായത്? ആരാ പറഞ്ഞ് വാടക തന്നു? 2 മാസം നിങ്ങളുടെ മക്കൾ വാടക തന്നിട്ട്. ഇപ്പം ഞാൻ വിളിക്കുമ്പോഴും എടുക്കുന്നുമില്ല. ആണോ? എന്നാൽ പിന്നെ അതായിരിക്കും, അവർക്ക് എന്തെങ്കിലും വിഷമം കൊണ്ടായിരിക്കും. പൈസ ഇപ്പം ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാകും കാര്യമായിട്ട്. അപ്പം ഞാനും വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല അവർ. അപ്പം നീ വാടക തരാത്ത വിവരം ഞാൻ അറിയില്ലായിരുന്നു. അപ്പം ഇത്രയും വാടക ഞങ്ങൾക്ക് തരാനും പറ്റില്ല. കുട്ടികളെ ഞാൻ കുറേ ഉണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു, അവർ ഫോൺ എടുക്കുന്നില്ല. ഞാൻ വിചാരിച്ചു അവിടെ എന്തെങ്കിലും കാര്യമായിട്ട് ബുദ്ധിമുട്ടോ അവർക്ക് ഫോൺ കിട്ടാണ്ടോ അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇപ്പം എനിക്ക് അറിയുന്നില്ലല്ലോ വാടക തരുന്നില്ല എന്നുള്ളത്. എന്നാൽ മൂപ്പർ ഇതുവരെയായിട്ട് ഇവിടെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യായിരുന്നു. അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. വീട് ഒഴിയാൻ പറയാൻ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലേ നിങ്ങൾക്ക് നാളെ ഒഴിയാലോ. ഈ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എവിടെ വീട് നോക്കുക? മൂപ്പരത് പറഞ്ഞതാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു ചെറിയൊരു വീട് നോക്കുകയായിരുന്നു. ഇപ്പം എന്താ ചെയ്യുക? 1 മാസം കൂടി തരുമോ? എന്ത് വീരക്കട നിങ്ങൾ പറഞ്ഞു? 1 മാസം ഇനി തരും, 2 മാസത്തെ വാടക ആയിരുന്നു. വീട് നോക്കാൻ വേറെ ആൾ വന്നത്, നിങ്ങൾ പോയിട്ട് വേണം അവർ കൊണ്ടുവരാൻ. മൂപ്പര് പണിക്ക് പോയിരിക്കുകയല്ലേ. ഞാനൊന്ന് പിള്ളേരെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. ഇപ്പം എന്താ ചെയ്യണമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും നാളെ ഞങ്ങളൊന്ന് മൂപ്പര് വന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു തരാം. പിന്നെ ഒന്നും എടുക്കാനൊന്നുമില്ലല്ലോ. ഫർണിച്ചറിൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങളുടെയല്ലേ. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മോൻ്റെ കല്യാണത്തിനാണ് അത് പറഞ്ഞത് വീട് വന്ന് നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ വീട് തന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം ഞങ്ങൾക്കിവിടുന്ന് കൊണ്ടുപോകാനൊന്നുമില്ല. ഞങ്ങൾ കിടക്കുന്ന പായും ഞങ്ങളുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ വീടൊന്നും ഞങ്ങൾ വൃത്തികേടാക്കിയിട്ടില്ല. എവിടെ ഉപയോഗിക്കുന്നത് ആ ഒരു റൂം മാത്രമേ ഉപയോഗിക്കലുള്ളൂ ഞങ്ങൾ. ഇപ്പം ഞാൻ അടിച്ച് തുടച്ച് വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. ഈ വാടക തരാത്ത വിവരം ഞാൻ അറിയില്ലായിരുന്നു. അത് ഞാൻ അന്നേ തന്നെ എവിടെയെങ്കിലും വീട് നോക്കി ഞങ്ങൾ മാറിയിട്ടുണ്ടാവും. ചെറിയൊരു വാടകയ്ക്ക്. ഇത്രയും വലിയ വീട് ഞങ്ങൾക്ക് വേണ്ടല്ലോ. നീ ഒഴിഞ്ഞു തരാം വീട്. അതാണ് ശരി. വെറുതെ ആൾക്കാരുടെ മുന്നിൽ വെറുതെ വർത്താനം കൂട്ടാതെ. നാളെ എന്തായാലും ഒഴിഞ്ഞു തന്നെ. അല്ല, പിന്നെ 2 മാസത്തെ വാടക എന്താക്കും? അതെന്തോ ആയിക്കോട്ടെ. പിന്നെ ഞാൻ രാവിലെ വരാൻ വൈകുന്നു. ചാവി ഇവിടെ വെച്ചാൽ നേരത്തെ വിളിച്ചു പറഞ്ഞാൽ മതി. എന്നാൽ ആയിക്കോട്ടെ, ചാവി ഇവിടെ എടുത്ത് വയ്ക്കാം. അല്ലെങ്കിൽ ഞാൻ വിളിക്കാം രാവിലെ.
ഹലോ. ആ ആ ഞാൻ കുറച്ച് ദിവസം ലീവാണേ. അതെനിക്ക് സുഖമില്ല, അത് കാരണമാണ്. ആ എന്നാൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. ആരെ വിളിക്കുക, അയാളെ വിളിച്ചെടുക്കുമെന്ന് അറിയില്ല. ഹലോ ഹലോ. ആ ഹലോ സിന്ധു. എടോ, ഇവിടെ വീട് ഒഴിയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നവർ എൻ്റെ മക്കൾ വാടക കൊടുത്തിട്ടില്ല അത്രേ. ഇല്ല, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതാണെങ്കിൽ ഞാൻ വീട് അന്നേ ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇത്രയും വീട്ടിൽ വലിയ വീട് ഞങ്ങൾക്ക് രണ്ടാൾക്ക് വേണ്ട ആവശ്യമില്ലല്ലോ. അവൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടല്ലേ വീടെടുത്തത്. അവർ നല്ലൊരു ആൾക്കാരാണ് കേട്ടോ. ഫർണിച്ചറിന് സാധനങ്ങളും എല്ലാം തന്നു. ഞങ്ങൾ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല. ഞങ്ങൾ ഇട്ട് ഡ്രസ്സ് മാത്രമല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്നിട്ട് വലിയ വാടകയും കൊടുക്കണം. ഇപ്പോൾ വാടകയും 2 മാസത്തെ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ വീട് നാളെ ഒഴിഞ്ഞു കൊടുക്കണം. ഒരു വീട് എവിടെയെങ്കിലും, ചെറിയൊരു വീട് എവിടെയെങ്കിലും കിട്ടുള്ളൂ. ഒരു റൂം മതി ഞങ്ങൾക്ക്. ആ ഇല്ല, കാതിലും കഴുത്തിലൊക്കെ സ്വർണ്ണമാണെങ്കിൽ പിന്നെ ഞാൻ ഈ വാക്ക് കേൾക്കുന്ന ഞാൻ വേഗം അത് പണയം വെച്ച് പറ്റും. വാടക കൊടുത്തിട്ടുണ്ടാവില്ലേ? പേടിക്കണ്ടല്ലോ. എന്നാ നമ്മളെല്ലാം എന്തെങ്കിലും സ്വർണ്ണമോ എന്തെങ്കിലും ധൈര്യമല്ലേ? ഒന്നുമില്ലടോ, ഒന്നുമില്ല. അപ്പോൾ 300 രൂപ എനിക്ക് കൂലി കിട്ടി. ഞാൻ എന്താക്കാൻ? മൂപ്പൻ്റെ സ്വഭാവം എനിക്ക് അറിയുന്നതല്ലേ. മര്യാദക്കൊന്നും വീട്ടിലും തരില്ല, വാടക വിടാൻ ബോധവുമില്ല. മൂപ്പൻ്റെ അടുത്ത് പറഞ്ഞിട്ട് 1 മാസമായത്രേ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കൾ എൻ്റെ അടുത്തുനിന്ന് വിളിച്ച് പറയണ്ടേ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ കഴിയില്ല, അത് നിങ്ങളെന്ന് പറഞ്ഞ് മാറിക്കോളിന്ന്. അവർ കല്യാണം കഴിഞ്ഞ് പെണ്ണുങ്ങളിൽ കൊണ്ടുപോയി സുഖമായിട്ടങ്ങ് അവിടെ ഇരിക്കുന്നു. 2 കൂടി കുറച്ച് കൊടുത്ത വാടക കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് ഇത്ര വലിയ വീടൊന്നും ഞങ്ങൾക്ക് വേണ്ട. എന്തായാലും നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിയുക. എങ്ങോട്ടാണെന്ന് അറിയില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയാലല്ലേ പറ്റൂ. അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, ഞാൻ ഇന്ന് പണിക്ക് പോകുന്നില്ല. ശരിയടോ, അത് ശരി. ഞാൻ മൂപ്പരെ ഒന്ന് വിളിക്കട്ടെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എപ്പോൾ പെട്ടെന്ന് വന്നിങ്ങോട്ട് നാളെ തന്നെ പോകണം പറഞ്ഞു. എവിടെ പോകാൻ? നമ്മൾ വീട് കിട്ടണ്ടേ? ഇപ്പോഴാണോ നിങ്ങൾ അറിഞ്ഞത്? നിങ്ങളടുത്ത് 1 മാസമായില്ല അവർ പറഞ്ഞിട്ട്. നിങ്ങളിവിടെ ഒന്ന് പറഞ്ഞോ? ഇനി എന്ത് ചെയ്യാം? നിങ്ങളുടെ വീട്ടിലേക്ക് നടക്കും പോകാൻ നമുക്ക്. ഇത്രയും വലിയ മക്കളായിട്ട് സ്വന്തമായിട്ട് വീടില്ലെന്ന് ആൾക്കാർ ചോദിക്കുന്നത്. എന്ത് മറുപടിയാണ് പറയുന്നത്? എനിക്ക് വീടില്ലാകില്ല. എനിക്ക് വീടുണ്ടായിരുന്നു. എൻ്റെ അനിയനും ഭാര്യയും കൂടി പഠിച്ചെടുത്തതാ. അതിനെ നിങ്ങൾ കുറച്ചൊന്ന് സ്റ്റഡി നിന്നതാണെങ്കിലോ വീട് നിങ്ങളുടെ അനിയൻ പറ്റിച്ചെടുക്കുവോ? അമ്മയ്ക്ക് അവിടെ തീരെ സൗകര്യമില്ല. അപ്പം നമ്മൾ സൗകര്യത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് മാറി. അപ്പോഴേക്കും അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി. അപ്പോൾ അമ്മനെ അവർ നോക്കിയെന്ന് പറഞ്ഞിട്ടല്ലേ അമ്മൻ്റെ അടുത്ത് കള്ളൊപ്പം വാങ്ങി വീട് മുഴുവനും, വീട് മുൻപിലെ പറമ്പൊക്കെ അവർ പറ്റിച്ചെടുത്തില്ലേ? ഇത് ആരെങ്കിലും സമ്മതിക്കും? നിങ്ങളല്ലാണ്ട്. നമ്മൾക്ക് വേറെ വീടുണ്ടോ? എന്നാൽ പിന്നെ ശരി, എന്തോ ആയിക്കോട്ടെ എന്ന് പറയാം. ഇത് അമ്മനെ നോക്കി ഞാനാണെന്നൊരു കള്ളപ്പേരും പറഞ്ഞ് അമ്മയുള്ള പൈസയും പറ്റിച്ചെടുത്ത്, അമ്മനെ ചെയിനും പറ്റിച്ചെടുത്ത്, ആ വീടും പറ്റിച്ചെടുത്ത്, മുൻപിലെ സ്ഥലവും പറ്റിച്ചെടുത്തു. അവരൊന്നും ഒരിക്കലും നന്നാവില്ല. അവർ നന്നാവത്ത് എന്തോ ആവട്ടെ. നമ്മളിപ്പോൾ എവിടെ പോകും? ഇപ്പം ഞങ്ങൾ പാവത്തിനെ പോലെ ഇരുന്ന് നോക്കിയിട്ട് എന്താ കാര്യം? കള്ളം കുറിച്ച് എൻ്റെ അടുത്ത് ഒന്ന് വഴക്കുണ്ടാക്കില്ലേ? ഈ വഴക്ക് നിങ്ങളുടെ അനിയൻ്റെ അടുത്ത്, അനിയൻ്റെ ഭാര്യൻ്റെ അടുത്ത് ഉണ്ടാക്കിയതാണെങ്കിലോ അവർ നിങ്ങൾ പറ്റിച്ചെടുക്കുമായിരുന്നോ? ചെറിയൊരു പേടി നിങ്ങൾ ഉണ്ടെങ്കിലോ ആ സ്വത്ത് നമുക്കും കൂടി പാതി കിട്ടിയിട്ടുണ്ടാവില്ലേ? അമ്മ എന്താ അങ്ങനെ സീരിയസ് ആയി കിടന്നതാണോ? ഇനിയിപ്പോൾ അതും ഇതും പറഞ്ഞിട്ടേ ഇവിടെ തർക്കിച്ചിരിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് എന്തായാലും അവർ ഈ ഫർണിച്ചറും സാധനങ്ങളും എല്ലാം കൂടി നമുക്ക് ഒഴിഞ്ഞു തന്നതല്ലേ. നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കണം. നമുക്ക് ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കുക. അല്ല വണ്ടി, നമ്മളിപ്പോൾ എങ്ങോട്ടാ പോവുക? എങ്ങോട്ടെങ്കിലും പോകാം. വാതിൽ പൂട്ടിൻ വരൻ.